നമോ ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം, അതിൻ്റെ മാഹാത്മ്യം. അതിൽ 6-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ഭാഗമായിട്ട് പറയുന്നു. വക്താവിന് അതുപോലെ ശ്രോതാവിന് ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് പറയണത്. 23-ാമത്തെ ശ്ലോകം. വക്താ ക്ഷൗരം പ്രകർത്തവ്യം ദിനാത് അർവാഗ് വ്രതാപ്തയെ അരുണോദയേ സൗ നിർവൃത്യ ശൗചം സ്നാനം സമാചരേത്. വായിക്കുന്ന ആൾ സപ്താഹയജ്ഞം ആരംഭിക്കുന്നതിന് മുന്നേ തലേ ദിവസം ചില വ്രതദീക്ഷ കാര്യങ്ങളൊക്കെ ക്ഷൗരമൊക്കെ കഴിപ്പിക്കുക, അങ്ങനെയല്ലേ? എല്ലാ ദിവസവും പ്രാതക്കാലത്ത് എഴുന്നേറ്റ് ഉടനെ തന്നെ സ്നാനാദി കാര്യങ്ങളൊക്കെ ചെയ്യുക. ശുദ്ധി വരുത്തിയതിൻ്റെ ശേഷം ഈ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ സ്നാനമൊക്കെ കഴിഞ്ഞ് തേവാരമൊക്കെ കഴിയണം എന്നതാണ് സങ്കല്പം. വക്ത്ര ക്ഷൗരം പ്രകർത്തവ്യം. ക്ഷൗരച്ച തലമുടി വെട്ടുക, നഖം വെട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇന്നിപ്പോൾ അതൊന്നൊരു വിഷയമല്ല. എങ്കിലും അതൊക്കെ മഹാത്മ്യത്തിന് മുന്നേ തന്നെ അതൊക്കെ ചെയ്തു വയ്ക്കുക, അത്രയേ ഉള്ളൂ. ദിനാത് അർവാഗ് വ്രതാപ്തയെ. ദിനത്തിൻ്റെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്നുള്ള നിലയ്ക്ക് എല്ലാ ദിവസവും ഈ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടല്ലോ. ദേഹശുദ്ധി, മനഃശുദ്ധി, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അരുണോദയെ അസൗ നിർവർത്തിയ. അരുണോദയത്തിന് മുന്നേ തന്നെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യണം. ക്ഷൗരമൊക്കെ സ്വതേ തലേ ദിവസം കഴിച്ചിരിക്കാനുള്ളത്. പിന്നെ അവനവൻ്റെ ദൈനംദിന ശുദ്ധീകരണങ്ങൾ, മലമൂത്രാദികൾ, ദേഹ സ്നാനാദികൾ, ഇങ്ങനെയുള്ളതൊക്കെ. ശൗചം സ്നാനം സമാചരേത്. ശുദ്ധി നല്ലോണം വരുത്തണം എന്ന് സാരം. വലിയ ദിവസേന മറ്റേ ഈ യോഗയൊക്കെ ചെയ്യുന്നവർ അത് രാവിലെ നേരത്തെ നേരിട്ട് ചെയ്യണം. എന്നിട്ട് വേണം അതിനിരിക്കാനായിട്ട്. അപ്പോൾ അരുണോദയം എന്ന് പറയുമ്പോൾ സൂര്യനെ നമ്മൾ മുഴുവൻ കണ്ടിട്ടുണ്ടാവില്ല. സൂര്യൻ വരുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ കഴിയണം എന്ന് സാരം. എന്നിട്ട് ആദ്യത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിയണം. എന്നിട്ട് സൂര്യൻ വന്നതോട് കൂടിയിട്ട് കൂട്ടപ്രാർത്ഥന തുടങ്ങിയിട്ട് ശ്രീഫല പ്രദക്ഷിണം എന്തൊക്കെ വെച്ചാൽ അതൊക്കെ കഴിയണം. സൂര്യനാട് വരുമ്പോഴേക്കും ഇതൊക്കെ കഴിയണം. സൂര്യൻ വന്ന ഭാഗവതം. ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. വക്ത്ര ക്ഷൗരം പ്രകർത്തവ്യം. അപ്പം അതിന് അത്ര സാരാക്കണ്ട. നമ്മൾ സാധാരണഗതിയിൽ നേരത്തെ എഴുന്നേൽക്കും. നേരത്തെ നേട്ട് ഈ സൂര്യപ്രകാശം ചുവന്ന നിറത്തിൽ കാണുന്ന ആ സമയത്തോട് കൂടിയിട്ട് കുളിച്ച് തേവാരമൊക്കെ കഴിഞ്ഞ് അവിടേക്ക് എത്തണം എന്ന് സാരം. അപ്പോൾ 2 മണിക്കൂർ മുന്നേ എഴുന്നേൽക്കണം. എന്നിട്ട് വേണ്ടത് എന്തൊക്കെ വെച്ചൊക്കെ ചെയ്തോളാം. വല്ലാണ്ട് ക്ഷീണിക്കാൻ തോക്കാനുള്ള പ്രവർത്തികളൊന്നും ചെയ്യരുത്. അങ്ങനെ ശുദ്ധിയായിട്ട് വന്നോളാം. അത്ര മതി. ദിനാത് അർവാഗ് വ്രതാപ്തയെ. വ്രതം നന്നായിട്ട് പരിസമാപനം വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചില നിയമങ്ങൾ കൊണ്ടുവരണം. അതുകൊണ്ട് അതൊക്കെ ആദ്യം ചെയ്തു വെക്കണം. അരുണോദയെ അസൗ നിർവർത്തിയ. അതിൻ്റെ മുന്നേ തന്നെ അതെല്ലാം കഴിക്കണം. ശൗചം സ്നാനം സമാചരേത്. ശൗച സ്നാനാദികളൊക്കെ മുന്നേ ചെയ്യണം. 23-ാമത്തെ ശ്ലോകം. 24-ാമത്തെ ശ്ലോകം. നിത്യം സംക്ഷേപത കൃത്വ സന്ധ്യാദ്യം സംപ്രയത്നത കഥാ വിഘ്നവിഘാതായ ഗണനാഥം പ്രപൂജയേത്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഈ ദേഹശുദ്ധിയാദികൾ കാര്യങ്ങളൊക്കെ നിത്യം സംക്ഷേപത കൃത്വ. അത് കുറച്ച് ചുരുക്കിയിട്ട് ചെയ്താൽ മതി. സന്ധ്യാദ്യം സംപ്രയത്നത. സന്ധ്യയുടെ തുടക്കത്തിൽ ഈ സന്ധ്യാവന്തനം എന്നുള്ളത് ഈ അരുണോദയ സമയത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ആ സമയത്ത് തന്നെ ചെയ്യുകയും വേണം. അത് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ ഇതൊക്കെ സ്നാനാദി കാര്യങ്ങളൊക്കെ ചുരുക്കി ചെയ്യുക. തേവാരം തൊട്ടുള്ളതൊക്കെ ചുരുക്കി ചെയ്യുക. യോഗ കാര്യങ്ങളൊക്കെ ചുരുക്കി ചെയ്യുക. എന്നാലും ചെയ്യാതിരിക്കുവരുത്. അങ്ങനെ സന്ധ്യാവന്തനം എന്നുള്ളത് ഗായത്രി ജപാദി കാര്യങ്ങൾ ഈ അരുണോദയത്തിൽ തന്നെ കഴിക്കണം. പിന്നെ അധികം നീട്ടി കൊണ്ടുപോകണ്ട. പിന്നെ കഥ വിഘ്നവിഘാതായ. കഥ പറയുമ്പോൾ അതിനൊരു വിഘ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗണനാഥം പ്രപൂജയത്. ഗണപതിക്ക് നേദ്യമെങ്കിലും കൊടുക്കണം. ഗണോദ്യമം ചെയ്യാച്ച വിരോധമില്ല. അപ്പോൾ ഗായത്രി കൊണ്ട് കഴിഞ്ഞ വഴിക്ക് ഗണോദ്യമത്തിന് അധികം നേരം എടുക്കരുത്. അങ്ങനെ വെച്ചാൽ വിസ്തരിക്കേണ്ട, ചെയ്യുകയും വേണം. അങ്ങനെയാണ്. അതേപോലെ ഗണപതി നേദ്യം എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഈ ശ്ലോകത്തിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ 2 ശ്ലോകം 23, 24 ശ്ലോകം ഒരുമിച്ച് എടുക്കാവും കൂടുതൽ നന്നാവുക.
ദേഹശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ വേഗം ചെയ്യുക. സന്ധ്യാവന്തനാദി കാര്യങ്ങളൊക്കെ ചുരുക്കി ചെയ്യുക. അതേപോലെ ഒന്നും ചെയ്യാതിരിക്കരുത്. ഗണപതിയെ പൂജിക്കാതെ ഗണോദ്യാമം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. വക്ത്ര ക്ഷൗരം പ്രകർത്തവ്യം ദിനാദ് അർവാഗ് വ്രതാപ്തയെ അരുണോദയേ സൗ നിർവർത്തിയ ശൗചം സ്നാനം സമാചരേത് നിത്യം സംക്ഷേപത കൃത്വ സന്ധ്യാദ്യം സംപ്രയത്നത കഥാവിഘ്നവിഘാതായ ഗണനാഥം പ്രപൂജയേത്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇതൊരു ആചരിച്ച് വരുന്നൊരു കാര്യമാണ്. വേണോ വേണ്ടോ എന്നുള്ള ഇപ്പോഴും തർക്കാം. വായന തുടങ്ങിയാൽ പിന്നെ മറ്റേ ഷേവിംഗ് ഒന്നും പാടില്ല എന്നൊക്കെ പറയും. അപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും സ്വതേ നിയമം പറഞ്ഞിട്ടില്ല. അതിന് വേണ്ടിയിട്ട് സമയം കളയരുത്. ഇന്നിപ്പോൾ രാത്രിയും പകലൊന്നും വ്യത്യാസമില്ല. അപ്പോൾ പകലെ വായനയൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരത്ത് ഇപ്പോൾ ഷേവ് ചെയ്ത് വെച്ചിട്ട് ആചാരന് ദോഷമൊന്നുമില്ല. അങ്ങനെ ചെയ്താൽ അയാൾക്കൊരു ദീക്ഷയില്ലാന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറയും ചെയ്യും. അതൊന്നും ഇതിൽ പ്രശ്നമല്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് പകലത്തെ സമയം കളയരുത്. ശാരീരികമായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില നീഡ്സ് ഉണ്ട്. ബേസിക് നീഡ്സ്, മിനിമം ആവശ്യം, അത് ചെയ്യുകയും വേണം. അതിൽ കൂടുതൽ ചെയ്യുകയും അരുത്. ഇത്രയേ ഉള്ളൂ. ശുദ്ധി വൃത്തിയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുക. അതിൽ കൂടുതലൊന്നും അതിന് പ്രാധാന്യമില്ല. പിതൃൻ സന്ദർഭ്യ ശുദ്ധ്യർത്ഥം പ്രായശ്ചിത്തം സമാചരേൽ മണ്ഡലം ച പ്രകർത്തവ്യം തത്ര സ്ഥാപ്യോ ഹരിസ്തഥ. നമ്മൾ സാധാരണ കുളിക്കുന്ന സമയത്ത് ദേവ പൂജ, പിതൃപൂജ അതൊക്കെ തർപ്പണമായിട്ടാണ് ചെയ്യുക. ഋഷിപൂജ പഞ്ചയജ്ഞം ചെയ്യുക എന്നുള്ളതാണ് സങ്കല്പം. ദേവകടം വീട്ടുക, പിതൃകടം വീട്ടുക, ഋഷികടം വീട്ടുക, തിര്യക് ജാതികൾക്ക് കൊടുക്കുക, അതിഥിക്ക് കൊടുക്കുക, ഇതൊക്കെ നിർബന്ധമാണ്. അപ്പോൾ അത് ഒക്കെ ചെയ്യണമെന്നുള്ള നമുക്ക് സൂത്രവഴികളുണ്ട്. അതാണ് തർപ്പണം ചെയ്യുക. പിതൃൻ തർപ്പണം ചെയ്യുക. അത് വെള്ളം കൊടുത്താൽ മതി. അപ്പോൾ നിത്യബലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ നേരത്തെ ചെയ്യണം എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു തരം ഉപാസനയിൽപ്പെട്ടതായതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ പാടില്ല. ചിലവർക്ക് നിർബന്ധമായിട്ടും ഇത് ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും ചെയ്യുന്നേ വേണം. എല്ലാവർക്കും അത് വേണമെന്ന് ചോദിച്ചാൽ അറിയില്ല. എല്ലാവരും വേണമെന്നുള്ളതാണ് പറയുക എങ്കിലും. അപ്പോൾ പിതൃതർപ്പണം ചെയ്യണം. ദേവനെ പൂജിക്കുന്നതൊക്കെ ചെയ്യണേ. അതിന് മാത്രം ശരീരശേഷി ഇല്ല എന്ന് കൂട്ടുക. അപ്പോൾ ശരീരശുദ്ധിക്കായിക്കൊണ്ട് പ്രായശ്ചിത്തം നടത്തണം. ഇതിനൊക്കെ വിധികൾ പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മണ്ഡപമുണ്ട്. അത് വേദി സദസ്സ് പ്രത്യേകം വെച്ചിട്ടുണ്ടാവും. അതൊക്കെ വെക്കണം. അത് വളരെ ഭദ്രമായിരിക്കണം. ആ മണ്ഡലത്തിന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കോരട മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ നടുഭാഗത്ത് ഭഗവാനെ, വിഷ്ണുവിനെ പ്രത്യേകം ഒരു പീഠത്തിൽ മന്ത്രപൂർവ്വം ആവാഹിച്ച് കലശത്തിലായാലും വേണ്ടില്ല, അർച്ചാബിംബം ആയാലും വേണ്ടില്ല, അങ്ങനെയൊക്കെ വെക്കണം എന്നുള്ളതാണ് നിയമം. അപ്പോൾ ഇവിടെ പിതൃൻ സന്ദർഭ്യ എന്ന് പറഞ്ഞതിൻ്റെ കാരണം നന്നായിട്ട് തന്നെ തർപ്പണം ചെയ്ത് എന്നതാണ് സാരം. അപ്പോൾ പിതൃൻ എന്നുള്ളത് പിതൃക്കൾക്ക് മാത്രമൊന്നുമല്ല, ദേവന്മാർക്കും പിതൃക്കൾക്കും ഋഷികൾക്കും കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ വേണം. തിര്യക് ജാതികൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ മുന്നേ ചെയ്യണോ. ചിലതൊക്കെ ഈ തർപ്പണാദി കാര്യങ്ങളൊക്കെ മുന്നെയാണ് ചെയ്യുക. കാക്കയ്ക്ക് കൊടുക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്താലും മതി. പിന്നെ ദേവന്മാർക്ക് പൂക്കളെ കൊണ്ട് അർച്ചിച്ച് കഴിഞ്ഞാൽ, വെള്ളം കൊണ്ട് തർപ്പണം ചെയ്ത് കഴിഞ്ഞാൽ, നേദ്യം തൊട്ടുള്ള കാര്യങ്ങൾ നേദിക്കുക, സ്വാഹ തുടങ്ങിയിട്ടുള്ള നേദ്യങ്ങൾ ചെയ്യുമ്പോൾ, ഇനി ഹോമത്തിൽ സ്വാഹ അങ്ങനെയാണെങ്കിലും ഇതൊക്കെ വേഗം ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ തർപ്പണം മതി. അതാണ് പിതൃൻ സന്ദർഭ്യ. ഇതൊക്കെ ബ്രാഹ്മണരുടെ വിധിയാണ്, ആചാര്യൻ്റെ വിധിയാണ്. ആചാര്യൻ്റെ വിധി ആവില്ല സാധാരണ ശ്രോതാക്കളുടെ വിധി. അപ്പോൾ ദേവന്മാർക്ക് നമ്മളെങ്ങനെയാണ് മുകളിലേക്ക് വെള്ളം ഊക്കുക എന്നാണ് പറയുക. നമ്മുടെ തലയ്ക്ക് മീതെ വെള്ളം ഊത്തു കഴിഞ്ഞാൽ അത് ദേവൻ സ്വീകരിച്ചോളും എന്നാണ് ഒരു ശാസ്ത്രം പറയണത്. ഇരുന്നിട്ടാണെങ്കിൽ നേരെ മുമ്പിലേക്ക് തന്നെ ഒഴിക്കുക. പിതൃക്കൾക്ക് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഇത്തിരി വലത്തോട്ട് ചരിച്ച്
ചൂണ്ടാണി വിരലിലൂടെ കൊടുക്കുക പിതൃക്കൾക്ക്. ഋഷികൾക്കാണെന്ന് വെച്ചാൽ നടുക്കിലൂടെ ചോർത്തുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ രണ്ട് കൈയിൻ്റെയും നടുക്കിലൂടെ ചോർത്തുക, നേരെ മുമ്പിലേക്ക് ഊക്കുക, വലത് ഭാഗത്തേക്ക് ചൂണ്ടാണി വിരലിലൂടെ കൊടുക്കുക. ഇങ്ങനെ 3 തരത്തിൽ വെള്ളം കൊടുക്കുമ്പോൾ ദേവാമി സർപ്പയാമി, ഋഷിമി സർപ്പയാമി, പിതൃമി സർപ്പയാമി, ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ സന്ദർഭ്യ എന്നുള്ളതിൻ്റെ ഉദ്ദേശം 2-3 തരത്തിലുണ്ട്. അതിൽ ഒരു തരം ഇതാണ്. എല്ലാവർക്കും ശ്രാദ്ധ ബലിയാദി കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമോ? കഷ്ടവും, എളുപ്പമല്ല. അപ്പോൾ തർപ്പണം എന്നൊരു ജലതർപ്പണം ചെയ്താൽ മതി, എന്നാൽ തന്നെ അത് കാര്യം നടക്കും എന്ന്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ ശുദ്ധ്യർത്ഥം, ശുദ്ധി ചെയ്യണം, ശുദ്ധി ഉണ്ടാവണം. ഇനി അഥവാ ഇതൊന്നും പറ്റിയില്ല വെച്ചാൽ അപ്പോൾ അതിന് പ്രായശ്ചിത്ത വിധികൾ പലതും പറഞ്ഞിട്ടുണ്ട്, ചില ദാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തർപ്പണം ചെയ്യാൻ പറ്റിയില്ല വെച്ചാൽ ദാനം ചെയ്താൽ മതി. വസ്ത്രം, ധനം, അക്ഷതം, പൂവ്, അരി, നെല്ല്. അക്ഷതം എന്നുള്ളത് ഇപ്പോൾ 4 മണി നെല്ല് മരിയിട്ടാലും അക്ഷതായി. ഇനി ഇടങ്ങഴി കണക്കിന് മറ്റേ നെല്ലും മരിയും കൊടുക്കാം, ഊണ് കഴിക്കാനുള്ളതെന്ന് സാരം. അപ്പോൾ അതൊക്കെ പ്രായശ്ചിത്താണ്. പിന്നെ മണ്ഡലം വെച്ചാൽ പ്രകർത്തവ്യം, അടുത്തത് വേറെയാണ്, ആ വരിയിൽ വേറെ. പിന്നത്തെ ഭഗവാൻ ഇരിക്കാനുള്ളതായിട്ടുള്ള പീഠം മണ്ഡലം. ആ മണ്ഡലം എന്നുള്ളത് ഒരു 2 തരത്തിലാണ്. ഒന്ന് ദേവൻ ഇരിക്കാനുള്ള ഒരു മണ്ഡലം, പിന്നെ ദേവനെ സ്വീകരിക്കാനുള്ള സദസ്സ്. അപ്പോൾ അത് ഈ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഇരിക്കാനുള്ള മണ്ഡല. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്താണ് സ്വതേ മണ്ഡലം എന്ന് പറയുക. അതിലിപ്പോൾ ദേഹണ്ണപ്പര വരും, ഊണ് കഴിക്കുന്ന സ്ഥലം വരും, ക്ഷേത്രം വരും, ആലിൻ്റെ അവിടെ വെച്ചാൽ അത് വരും. അത് ടോട്ടലാണ് മണ്ഡലം എന്ന് പറയാം. മറ്റത് മണ്ഡപം എന്നേ ഉള്ളൂ. അലങ്കരിക്കപ്പെട്ട ദേവനിരിക്കാനുള്ള സ്ഥലം മണ്ഡപം. ശ്രോതാക്കൾക്കായാലും അലങ്കൃതമായിരിക്കണം എന്ന് നിയമമുണ്ട്. ഇപ്പോൾ ശ്രോതാക്കളെ നമ്മൾ സെപ്പറേറ്റ് കാണരുത്. ഒരുത്തിയിൽ ചെന്നപ്പോൾ ഒരു തമാശ ഉണ്ടായി. ശ്രോതാക്കളുടെ അത് നല്ലോണം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. വേദി, ഭഗവാൻ ഇരിക്കുന്നത് വേദി അത് മറിച്ചിട്ടുണ്ട്. എന്നിട്ട് പൂക്കളെ കൊണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ചില അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അലങ്കരിച്ചെന്ന് കൂടുതൽ ഈ സദസ്യർക്ക് ഇരിക്കാനാ. ഇത് കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. ഇത് കരാറ് പറഞ്ഞ ആള്, കരാറ് കേട്ടയാൾ, ചെയ്തയാളുണ്ടല്ലോ, രണ്ടും കൂടിയിട്ട് തമ്മിൽ പറഞ്ഞു വന്നപ്പോൾ ഉണ്ടായിട്ടൊരു അബദ്ധ. മണ്ഡപത്തിൻ്റെ കാര്യത്തിൽ വെച്ചാൽ ഈ വേദിയുടെ കാര്യത്തിൽ ഞങ്ങൾ ചെയ്തോളാം എന്ന് എന്തോ ഒരു വാക്ക് പറഞ്ഞു. ഇത് ഒരിക്കലും ചെയ്യാൻ പറ്റിയതുമില്ല. അപ്പം എന്തുണ്ടായി, അത് അവിടെ അലങ്കരിക്കലുണ്ടായില്ല. അപ്പോൾ പിന്നെ സൂത്രത്തിൽ എന്ത് ചെയ്തു, ഒരു തുണി കൊണ്ടൊക്കെ ഒന്ന് മറിച്ച്, പിന്നെ കുറേ കുരുത്തോലിയും മാലയും പൂവും ഒക്കെ കൂടിയാണ്ട് 4 പേർ ഒരു കയറൊക്കെ കെട്ടിയാണ്ട് ചാർത്തിയാണ്ട് രക്ഷപ്പെടുത്തി. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആവരുത്. മേലാപ്പ് വിരിക്കുമ്പോൾ ഈ വേദിയിലുള്ള ആൾക്കാർക്കൊക്കെ, സദസ്സിലുള്ളവർക്കൊക്കെ മേലാപ്പുണ്ട്, വേദിയിലുള്ള ആർക്കും മേലാപ്പില്ല. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം വരരുത്, അതും ശ്രദ്ധിക്കണം നമ്മൾ. കൂടുതൽ ഭംഗി ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്ത്, ആചാര്യൻ ഇരിക്കുന്ന സ്ഥലത്ത് ആവണം. അതൊക്കെ ഒരു നിയമമാണ്. ഉയരം വളരെ കുറച്ച് കൂടുതൽ ഉയരത്ത് വയ്ക്കുക തന്നെ വേണം. അത് കാണാൻ വേണ്ടി മാത്രമല്ല, ഒരു സ്ഥാനക്രമം, പ്രോട്ടോക്കോൾ ഉണ്ട് അതിനും. ആചാര്യൻ താഴ്ത്തിരിക്കുക, മറ്റുള്ളവർ ഉയർന്നിരിക്കുക, സ്വതേ അത് പാടില്ല. അപ്പം അതിനൊരു ഒരു ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കുക തന്നെ വേണം എന്നർത്ഥം. അതങ്ങനെയാണ് നിയമം, ഇളകുവരുത്, അങ്ങനെയാണ്. ആയിക്കോട്ടെ. മണ്ഡലം ച പ്രകർത്തവ്യം തത്ര സ്ഥാപ്യോ ഹരിഹി തഥ. അവിടെ ഹരിക്കിരിക്കാനായിട്ട് ഒരു സ്ഥലം വേണേനി. ഇപ്പോൾ സാധാരണ എല്ലാവർക്കും അങ്ങനെ തന്നെ പതിവ്, അതിന് കുഴപ്പമൊന്നും പതിവില്ല. ഇത് വളരെ അപൂർവമായിട്ട് സംഭവിച്ച ഒരു ചെറിയ കേസ്, അത്രയേ ഉള്ളൂ. സംഭവിക്കാറില്ല. അത് ഈ കരാറും മറ്റേ കൂടി വന്നപ്പോൾ അവർ ചെയ്തോളാച്ചിട്ട് തന്നെയാണ്. അവർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചായിരുന്നു, തരായില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇൻബിറ്റ്വീൻ ചെയ്യാനായിട്ട് പറ്റിയതുമില്ല, ചെയ്യാൻ പറ്റൂല, കാരണം അങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ടാണ് ഈ ക്ഷൗരം നേരത്തെ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ്, ഇതും ഇതേപോലെ ചിലപ്പോൾ സംഭവിക്കാം, പിന്നൊന്നും ചെയ്യാൻ നിർത്തിയില്ലേ, അതാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. മണ്ഡലം ച പ്രകർത്തവ്യം തഥാ തത്ര സ്ഥാപ്യോ ഹരിഹി തഥാ. ഇനി കൃഷ്ണമുദ്ദിശ്യ മന്ത്രേണ ചരേൽ പൂജാവിധിം ക്രമാത് പ്രദക്ഷിണ നമസ്കാരാൻ പൂജാന്തേ സ്തുതിമാചരേത്. ഈ വായിക്കുന്ന ആ ജ്ഞാനിയായിട്ടുള്ള പണ്ഡിതൻ, ആചാര്യൻ, ഗുരു ശ്രീകൃഷ്ണനെ വിധിപ്രകാരം പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യണം. മന്ത്രം കൊണ്ട് പൂജിക്കണം, നമസ്കാരാദികളെ കൊണ്ട് പൂജിക്കണം,
പിന്നെ എന്തൊക്കെയാ പൂജയ്ക്ക് കുറേ വിധികളുണ്ട്. അതാണല്ലോ 16 ഉപചാരം കൊണ്ടുള്ള പൂജ. അപ്പോൾ ഇത് വിസ്തരിച്ച് പൂജിക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല. പഞ്ചാംഗ പൂജയായിട്ടും മതി, കുഴപ്പമില്ല. ജലഗന്ധ പുഷ്പ ധൂപ ദീപാദികളെ കൊണ്ട് പൂജിച്ച് നേദ്യമൊക്കെ കൊടുത്ത്, ഇനിയിപ്പോൾ ധൂപ ദീപം മണികൊട്ടലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിന് പകരം മറ്റേ നേദ്യം ഉണ്ടായാലും മതി. അങ്ങനെ ചെയ്ത് കൃഷ്ണൻ ഉദ്ദേശിച്ച കൃഷ്ണനെ വേണം ഉദ്ദേശിക്കാനായിട്ട്. ശ്രീകൃഷ്ണൻ. അവിടെ ഓ നമോ നാരായണായ എന്നാണ് മന്ത്രം പതിവ് എങ്കിലും കൃഷ്ണനെ ഉദ്ദേശിച്ചാണ് ശ്രീകൃഷ്ണായ നമ. നമ്മളതിന് മൂലമന്ത്രമൊക്കെ ഉണ്ടോ? സ്വതേ ഓം ക്ലീം കൃഷ്ണായ നമ മൂലമന്ത്രം ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല പൂജിക്കൽ പതിവ്. ഓ നമോ നാരായണായ എന്നേ പറയാറുള്ളൂ. അതെന്തുകൊണ്ട് അങ്ങനെയെന്നുള്ളത് ചോദിക്കരുത്. അങ്ങനെയാണ് എന്ന് വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. സ്വതേ കൃഷ്ണനെ ആണ് ഉദ്ദേശിക്കേണ്ടത്. കൃഷ്ണൻ ഓ നമോ നാരായണായ ആയതുകൊണ്ട് അത് മതി എന്ന്, കൃഷ്ണൻ നാരായണൻ ഒന്നാണ് എന്ന് സങ്കല്പമുണ്ട്, അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് കൃഷ്ണമുദ്ദേശ മന്ത്രേണ ചരേത് പൂജാവിധിയും ക്രമാത്. ആ പൂജാവിധി 5 ജലഗന്ധ പുഷ്പം നേദ്യം അതെന്തായാലും നിർബന്ധമായിട്ട് കൊടുക്കണം. അത്രയും കൊടുക്കാതെ കണ്ടിരിക്കാൻ പാടില്ല. അർച്ചന, ജലഗന്ധ പുഷ്പം, അതേപോലെ നിവേദ്യം, മന്ത്രവും വേണം, നമസ്കാരാദികൾ വേണം, അത് നിർബന്ധമാണ്. അപ്പം ഇങ്ങനെ ശ്രീകൃഷ്ണനെ ഉദ്ദേശിച്ച് വിധിപ്രകാരം പൂജ ചെയ്യണം. പ്രദക്ഷിണ നമസ്കാരാൻ, പ്രദക്ഷിണം വയ്ക്കുക, നമസ്കരിക്കുക. ഗ്രന്ഥപൂജ അത് പൂജിക്കാനുള്ളൊരു ഉത്തമ മന്ത്രം പുരുഷസൂക്തമാണ് എന്നിവിടെ വ്യാഖ്യാതാവ് പറഞ്ഞിട്ടുണ്ട്. പുരുഷസൂക്തം ആവാം വിരോധമില്ല, മൂലമന്ത്രം ആയാലും മതി. പുരുഷസൂക്തം ആവാമെന്നേ ഉള്ളൂ. അത് വ്യാഖ്യാതാവ് ഒന്ന് കൂട്ടി പറഞ്ഞതാ. അപ്പം നമ്മളെ സംബന്ധിച്ച് പൂജാന്തെ സ്തുതിം ആചരേത്, സ്തുതിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ത് സ്തുതിയാണ് വേണ്ടത്? വേദസ്തുതി ആവാം, കീർത്തനങ്ങളാവാം, നാമാവാം. ദ്വാദശ നാമം: കേശവായ നമ, നാരായണായ നമ, മാധവായ നമ, ഗോവിന്ദായ നമ, വിഷ്ണുവേ നമ, മധുസൂദനായ നമ, ത്രിവിക്രമായ നമ, വാമനായ നമ, ശ്രീധരായ നമ, ഹൃഷികേശായ നമ, പത്മനാഭായ നമ, ദാമോദരായ നമ, ഓ നമോ നാരായണായ. അപ്പോൾ അതായാലും ഈ പുരുഷ സൂക്തം പോലെ തന്നെയായി. സൂക്തമൊക്കെ വേറെയാണ്. ഓം സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രവാൻ. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ സ്തുതി ചെയ്യണം, പ്രദക്ഷിണം ചെയ്യണം, നമസ്കാരം ചെയ്യണം, ഗ്രന്ഥപൂജ ചെയ്യണം, ഇങ്ങനെ പറഞ്ഞു വെച്ചു. ഇപ്പോൾ നമ്മൾ കടമകളായിട്ട് ചെയ്യേണ്ടതെന്തോ അത് മുഴുവൻ ഇങ്ങനെ ചെയ്യണം എന്ന് 26ാമത്തെ ശ്ലോകം വരെ നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി അടുത്തത് സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധി കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാം ഉദ്ധര ഭവാർണവാൽ എന്നുള്ള ആ മന്ത്രാദികളെ പറയാണ്. അത് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ.